അപ്പോൾ ഇന്നൊരു സാറ്റർഡേ പ്ലസ് മൂവി വ്ലോഗ് ആയാലോ? വായോ, ഏതാണ്ട് മറന്നല്ല. അല്ലല്ല, അത് തന്നെ. ഞാൻ കല്യാണത്തിനൊന്നും പോവുമല്ല കേട്ടാ, ഡാൻസ് പഠിക്കാൻ പോവാ. വൈകിട്ടാണ് ക്ലാസ്സിൽ നിന്ന് കരുതി 8:17 വരെ പോത്തുപോലെ കിടന്നുറങ്ങിയിട്ട് പെട്ടെന്ന് മെസ്സേജ് എടുത്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് 9 മണിക്കാണ്. പിന്നെ എല്ലാം വാരിപ്പൊക്കി മേക്കപ്പ് പോയിട്ട് 9 മണിക്ക് മുന്നേ ഹാജരായി. കഴിവേ വെള്ളം പോലും കുടിക്കാണ്ട് പോയോണ്ട് വന്നൊരു കാപ്പി ഇട്ടു. സ്പ്രൗട്ട് ദോശ, നമ്മുടെ ചെറുപയർ ദോശ. ഇന്നലത്തെ ഡാലുകറി, മുളക് ചമ്മന്തി, അത്ര അല്ല. ഉച്ചയ്ക്കൊരു മാറ്റത്തിനായിട്ട് കുറച്ച് നെയ്യും തേച്ചു. അപ്പോൾ ഇനി കാണിക്കണ്ടല്ലോ അല്ലേ മനോഹരമായ വട്ടത്തിലെ ദോശ, ഹൈറ്. അപ്പോൾ ഇന്നെ പിടിച്ചൊരു ട്രാൻസിഷൻ. അങ്ങനെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയാണ് റോന്ത്. അങ്ങനെ ടാക്സിയൊക്കെ പിടിച്ച് സിറ്റി സെന്ററിൽ ചെന്ന് നമ്മൾ ആദ്യം പോയത് ചിക്കിങ്ങിലോട്ടാണ്. ഞം കണ്ണാടി വെച്ചതിൻ്റെ പട്ടിഷോയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അത് മൈൻഡ് ആക്കണം. ശരത്തിന് ഇത് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മൊത്തം വെട്ടി ഒഴുങ്ങിയത് ഞാൻ. അങ്ങനെ ഒരാഴ്ചത്തെ മൊത്തം ഉണ്ടായിട്ട് ദീം തരികിടത്തോ സ്വാഹ. ഒരാഴ്ച പട്ടിണി കിടക്കുന്നതല്ലേ, എന്തേലും കഴിക്കണ്ടുണ്ണിയേ. ആ ഒരാഴ്ച പട്ടിണി കിടക്കുന്നത് വീക്കെൻഡിൽ എന്തേലും വാരി വലിച്ച് കഴിക്കാമെന്ന് വെച്ചിട്ടാ. അത് ഞാൻ മുതലും എടുക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് 8:45 നമ്മൾ വോക്സിലോട്ട് പോയി. 9 മണിക്ക് ശോ. പോകുന്ന വഴിക്ക് സ്പ്രേ ചേട്ടൻ കയ്യിൽ കുറച്ച് സ്പ്രേ അടിച്ചു തന്ന്. അങ്ങനെ കുറച്ച് പെർഫ്യൂമും പൊക്കി കാശും കളഞ്ഞു. പുള്ളിയും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. പിന്നെ പുള്ളിയോട് കുറച്ച് നേരം ബാർഗെയിൻ ചെയ്ത് കുറച്ച് സമയം പോയി. അതുകൊണ്ടാണ് സിനിമ കാണാൻ വേണ്ടി ഇത്രയും വെച്ച് പിടിച്ച് ക്ലീൻ ചെയ്യാൻ വന്ന ചേച്ചി ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അകത്തേറിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പം കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീൻ ചെയ്യാൻ വന്ന ചേച്ചി ഒന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് എന്താ വീഡിയോ കിട്ടിയില്ല. പിന്നെ സിനിമയെക്കുറിച്ച് പറയുവാണെങ്കിൽ ദിലീഷ് പോത്തൻ വേറെ ലെവൽ ആക്ടിങ് ആയിരുന്നു. റോഷനും അടിപൊളിയായിരുന്നു. പിന്നെ ലക്ഷ്മി മേനോനും ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തെ സ്ഥിരം റീല് പോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പടം മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം. കുറേ കാര്യങ്ങൾ കോർത്തിണക്കിയൊരു സിനിമ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ.